രാവിലെ എഴുന്നേറ്റ് അടുക്കളയിൽ വന്ന് ജനലും വാതിലും എല്ലാം തുറന്നിട്ട് കിളികളുടെ ഈ ശബ്ദം കേട്ട് കുക്ക് ചെയ്യാ പറയുമ്പോൾ തന്നെ അന്നത്തെ ആ ഒരു ദിവസം മൊത്തത്തിലൊന്ന് മോട്ടിവേറ്റ് ആയി പോകാനായിട്ട് ഇത് തന്നെ മതിയാവും കേട്ടോ. അപ്പൊ ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് നമ്മൾ ഉണ്ടാക്കുന്നത് ഇഡ്ഡലിയാണ്. അപ്പൊ ഇഡ്ഡലി മാവ് ജസ്റ്റ് ഒരു പാത്രത്തേക്ക് ഒഴിച്ച് അതിലേക്ക് ആവശ്യത്തിന് ഉപ്പിട്ട് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്തിട്ട് നമ്മുടെ ഇഡ്ഡലി പാത്രത്തിന്റെ തട്ടിൽ ഒഴിച്ചിട്ട് അത് വേവിക്കാനായിട്ട് ഞാൻ ആദ്യമേ തന്നെ അങ്ങനെ ചെയ്ത് വെക്കുന്നുണ്ട്. നമ്മളുടെ ഇഡ്ഡലി പാത്രം ചെറുതായത് കൊണ്ട് തന്നെ അതിന്റെ തട്ടൊക്കെ കാണാനായിട്ട് ഭയങ്കര ക്യൂട്ടാണ് കേട്ടോ. രണ്ട് തട്ടിലും കൂടെ നമുക്ക് മൂന്നും മൂന്നും 6 ഇഡ്ഡലിയാണ് നമുക്ക് അറ്റ് എ ടൈം ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നത്. അപ്പൊ നമ്മുടെ കുഞ്ഞു ഇഡ്ഡലി പാത്രത്തിൽ വെള്ളം ഒഴിച്ച് തട്ടൊക്കെ വെച്ച് അത് അടച്ച് അവിടെ വേവിക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. ആ ഒരു സമയത്ത് ഞാൻ കുറച്ച് ചൂടുവെള്ളം എടുത്ത് കുടിക്കുന്നുണ്ട് കേട്ടോ. പിന്നെ അരിക്കുള്ള വെള്ളം വെച്ച് തിളച്ച് വന്നപ്പോൾ അരി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. അത് അടച്ചു വെച്ച് അതും അവിടെ ഇരുന്ന് ആയിക്കോളും. പിന്നെ ഇന്ന് ഞാൻ ഉണ്ടാക്കാമെന്ന് വിചാരിക്കുന്നത് ഒരു സ്പെഷ്യൽ ചട്നിയാണ്. തേങ്ങയൊന്നും ഇല്ലാതെ നമുക്ക് ഈ ചട്നി ചെയ്തെടുക്കാനായിട്ട് പറ്റും. ഒരു പാനിൽ ഓയിൽ ഒഴിച്ച് അതിലേക്ക് ആവശ്യത്തിന് ചെറിയ ഉള്ളി കുറച്ച് ഞാൻ എടുത്തിട്ടുണ്ട്, അത് കട്ട് ചെയ്തിട്ടിട്ടുണ്ട്. പിന്നെ പച്ചമുളകും ഇഞ്ചിയും കൂടെ ചേർത്ത് നന്നായിട്ട് വഴറ്റി കൊടുക്കുന്നുണ്ട്. ഒപ്പം സോൾട്ടും കൂടെ ആഡ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. അപ്പൊ അതുകൂടെ നന്നായിട്ട് ഒന്ന് വഴറ്റിയെടുക്കുക. അപ്പൊ ഈ ഒരു കളർ ഒന്ന് മാറി വരുമ്പോൾ ചെറുതായിട്ടൊരു ഗോൾഡൻ കളറൊക്കെ ആകുമ്പോൾ അതൊന്ന് എടുക്കുക. എന്നിട്ട് അതേ തട്ടിൽ തന്നെ ഞാൻ കുറച്ച് പീനട്ടും പിന്നെ കുറച്ച് പൊട്ടുകടലയും കൂടെ ചേർത്തിട്ടാണ് വറുത്തെടുക്കുന്നത്. അതും കുറച്ചൊന്ന് ജസ്റ്റ് ഒന്ന് കളർ മാറി വന്നാൽ മതി കേട്ടോ. എന്നിട്ട് അതിലേക്ക് കളർ മാറി വരുമ്പോൾ കുറച്ച് രണ്ട് മൂന്ന് കറിവേപ്പിലയും കൂടെ ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. മോർണിംഗ് ഷിഫ്റ്റ് ആയതുകൊണ്ട് തന്നെ ഞാൻ ഈ ഒരു ചട്നി സെലക്ട് ചെയ്തതുകൊണ്ടാന്ന് വെച്ചാൽ തേങ്ങ ഒന്നും ചിരകിയിട്ട് അധികം സമയം കളയണ്ട, നമുക്കിതൊന്ന് ജസ്റ്റ് ഒന്ന് വറുത്തെടുത്താൽ മതിയല്ലോ. അപ്പോഴേക്കും ഇതാ നമ്മളുടെ ഇഡലി റെഡി ആയിട്ടുണ്ട്. പിന്നെ ഞാൻ ചായക്കുള്ള പാല് അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അപ്പൊ ഇഡലി റെഡി ആയപ്പോൾ ഞാൻ ഇഡലിയൊക്കെ എടുത്ത് ഒരു പാത്രത്തേക്ക് മാറ്റുന്നുണ്ട് കേട്ടോ. പിന്നെ നമ്മളുടെ ചായയും തിളച്ച് വന്നിട്ടുണ്ട്. ഈ ഒരു സമയത്ത് ചായ നന്നായിട്ട് ഒന്ന് കുറച്ച് കടുപ്പത്തിലാണ് ഞാൻ വെക്കുക. കാരണം എന്നാലാണ് ആ ഒരു രാവിലെ ചായ കുടിക്കുമ്പോൾ അത് കുടിച്ചെന്ന് തന്നെ തോന്നുള്ളൂ. മിക്സിയുടെ ജാർ എടുത്തിട്ട് അതിലേക്ക് നമ്മൾ നേരത്തെ വഴറ്റി വെച്ച നമ്മുടെ ചെറിയ ഉള്ളിയും ആ മിക്സ് ഉണ്ടല്ലോ അതും പിന്നെ നമ്മൾ വറുത്ത് വെച്ച കടലയുടെയും പൊട്ടുകടലയുടെയും മിക്സും കൂടെ ചേർത്ത് ആവശ്യത്തിന് വെള്ളവും ചേർത്ത് അത് നന്നായിട്ട് അരച്ചെടുക്കുന്നുണ്ട്. അപ്പൊ അതിങ്ങനെ കുറച്ച് കട്ടിക്കായിരിക്കും അത് വരാം. നിങ്ങൾക്ക് കുറച്ചും കൂടെ ലൂസാക്കാം. ഞാനിപ്പോൾ ഇത്രയും ലൂസാക്കിയിട്ടുള്ളൂ, ഇത് ഇനിയും ലൂസാക്കാട്ടോ. അപ്പോഴാണ് അത് അങ്ങനെ കുറച്ച് ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. നമ്മൾ തേങ്ങ ചട്നി പോലെ കട്ടിക്ക് കഴിക്കരുത്, കുറച്ച് ലൂസാക്കിയിട്ട് കഴിക്കണം. അങ്ങനെ ചട്നി റെഡി ആയപ്പോൾ അതിലേക്ക് കടുകും മുളകും കറിവേപ്പിലൊക്കെ വറുത്തിട്ടിട്ടുണ്ട്. പിന്നെ ഞാനൊരു പാൻ വെച്ചിട്ട് ഇന്നലത്തെ കുറച്ച് ബീൻസ് ഉപ്പേരി ബാക്കി ഉണ്ടായിരുന്നു. അപ്പൊ ഞാൻ വിചാരിച്ചു നമുക്ക് ലഞ്ചിന് ഇപ്പം തന്നെ മതി, ഇതൊന്ന് തട്ടി കൂട്ടാമെന്ന് വിചാരിച്ചു. അപ്പൊ അതിൽ ജസ്റ്റ് ഒന്ന് ചൂടാക്കിയ ശേഷം സെന്ററിലോട്ട് 3 മുട്ട ജസ്റ്റ് ഒന്ന് ഒഴിച്ച് കുറച്ച് ഉപ്പും കൂടെ ഇട്ട് നന്നായിട്ട് അതൊന്ന് കൊത്തിപ്പൊരിച്ചെടുക്കുന്നുണ്ട്. എന്നിട്ട് ബീൻസും കൂടെ മിക്സ് ചെയ്തിട്ട് അതൊരു ഉപ്പേരിയാക്കി എടുത്തിട്ടുണ്ട്. അപ്പൊ ഉച്ചയ്ക്ക് ഇത് ചോറും പാത്രത്തിലാക്കിയിട്ട് അതിന് മേലെ വെച്ച് കൊടുക്കണം. അപ്പോൾ അതിലത്തെ ആ എണ്ണമയോ എല്ലാം പരട്ടി നമുക്ക് ഉച്ചയ്ക്ക് ചോറ് കഴിക്കാൻ ഇത് മാത്രം മതിയായിരിക്കും. അപ്പൊ ഇതാണ് നമ്മുടെ ലഞ്ച് കേട്ടോ, ലഞ്ചിനുള്ള കറി ഇന്നത്തെ. അങ്ങനെ നമ്മുടെ ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റും ലഞ്ചിന്റെയും പ്രിപ്പറേഷൻ കഴിഞ്ഞു. ഞാൻ ഡ്യൂട്ടിക്ക് പോട്ടെ, ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കണം. അപ്പൊ ടാറ്റാ.